ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച് UDF യോഗത്തിൽ ചർച്ചയുണ്ടായാൽ എടുക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് രാവിലെ 8:30-ക്ക് നേതൃയോഗം ചേർന്നിരുന്നു. UDF യോഗം ആരംഭിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഉപമുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ സംബന്ധിച്ച വിഷയത്തിന് PK കുഞ്ഞാലിക്കുട്ടിയാണ് UDF യോഗത്തിൽ തുടക്കമിട്ടത്. ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസിൽ ധാരണയായെന്ന വാർത്ത തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഘടകകക്ഷികൾക്ക് അവരുടേതായ മാന്യതയും അന്തസ്സുമുണ്ട്. UDF തീരുമാനിക്കേണ്ട നയപരമായ വിഷയം സംബന്ധിച്ച് കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റുമായി ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നും വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നല്ലാതെ ഇത്തരം ഒരു വാർത്ത പുറത്തുവരില്ലെന്നും MP വീരേന്ദ്രകുമാർ പറഞ്ഞു. ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രമാണെന്നും പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വില നൽകേണ്ടി വരുമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച വാർത്തകളിൽ ലീഗിന് വിഷമമുണ്ടായിട്ടുണ്ടെന്നും ഇതിനാലാണ് ലീഗ് നേതൃത്വം വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചതെന്നും യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കൺവീനർ PP തങ്കച്ചൻ പറഞ്ഞു. അത് ഈ പത്രത്തിലെ വാർത്ത അവരെ വല്ലാണ്ട് അസ്വസ്ഥരാക്കി. മീഡിയകളിലൊക്കെ ഇങ്ങനെ ഈ ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനമാക്കി എന്നുള്ള ഒരു വാർത്ത സ്വാഭാവികമായിട്ട് അവരൊക്കെ അത് വളരെ വിശ്വസനീയമായ പത്രങ്ങളിലും ചാനലിലൊക്കെ വരുമ്പോൾ അത് അവരെ അസ്വസ്ഥരാക്കി. കാരണം അവരുമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. KB ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഘടകകക്ഷികളുമായി കൂടുതൽ ചർച്ച നടത്തി ഇക്കാര്യം തീരുമാനിക്കാമെന്നായിരുന്നു പൊതുവഭിപ്രായം. എന്നാൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് താനില്ലെന്നും ചർച്ച മുഖ്യമന്ത്രിയോട് മാത്രമെന്നും R ബാലകൃഷ്ണപിള്ള പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യതയെന്നറിയുന്നു. ജയേഷ് രാഘവൻ, മീഡിയ 1, തിരുവനന്തപുരം.